നിശ്വാസങ്ങൾ അല്ലെങ്കിൽ ചില അതിശയിക്കുന്നത് അതൊക്കെ ചിലപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള ചില ശബ്ദങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും. തീർച്ചയായിട്ടും അത് നമുക്ക് ഒത്തിരി ഡെവലപ്പ് ചെയ്തോടെ. അല്ല അത് ഇതിനനുസരിച്ച് അതെല്ലാം നമ്മുടെ ഇംപ്രവൈസേഷൻ. കാരണം ഈ ആർട്ടിസ്റ്റ് അത്രമാത്രം ഇട്ടിട്ടുണ്ടാവില്ല. അത് നമുക്ക് പല സ്ഥലത്തും പല രീതിയിലും കൊടുത്ത് പറയുന്ന ആ സിറ്റുവേഷൻ അനുസരിച്ച് കൊടുത്ത് നമുക്കത് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാൻ പറയാം, ചില ആൾക്കാരുടെ ഫേസിൽ അവരൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചില തിങ്സ് നമ്മൾ ഇട്ടാൽ കറക്റ്റായിരിക്കും. അദ്ദേഹം ഒരുപാട് മനസ്സിൽ അത് ഉൾക്കൊള്ളുകയാണെന്ന് നമുക്ക് തോന്നി. അതെ. പക്ഷെ അവർ ആർട്ടിസ്റ്റ് അങ്ങനെ ഇട്ടിട്ടുണ്ടാവില്ല. നമ്മൾ അവിടെ ഒരു ദീർഘനിശ്വാസം കൊടുത്തത്, ദീർഘനിശ്വാസം ഒന്നും അവർ ഇട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളത് കൊടുക്കുമ്പോൾ ആ സീനിൻ്റെ ഇമ്പാക്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ചിലത് ടൈമിങ്, ഇവരുടെ താളം തെറ്റി പറയും. ഈ ഒരു കാണാ പിടിച്ച് പറയുന്നതായിരിക്കും. ഇത് നിർത്തേണ്ടത് ഒരുപാട് നിർത്തിയായിരിക്കും അത് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെയൊക്കെ നമ്മൾ ചില മൂളലും ഞരക്കമൊക്കെ ഇട്ട് അത് ഫില്ല് ചെയ്തില്ലെങ്കിൽ ഒരു ബോറായിരിക്കും. ഭയങ്കര ഒരുപാട് പോസിങ് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ വരുന്നത് അന്യഭാഷാ നടന്മാർക്ക്. കാരണം അന്യഭാഷ നടന്മാർക്ക് നമ്മുടെ ഭാഷ അറിയാൻ വയ്യാത്തതുകൊണ്ട് അവർ പോസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഒരു സെൻറ്റൻസ് പോസ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കില്ല അവർ പോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിന് ആ സെൻറ്റൻസ് പോസ് ഉണ്ടെങ്കിൽ പോലും പോസ് ഉള്ളതായിട്ട് അറിയാത്ത രീതിയിൽ അതിൻ്റെ മോഡുലേഷൻ ചേഞ്ച് ചെയ്ത് അതിനെ നമ്മുടെ സാധാരണ സ്റ്റൈലിൽ ഒരു സെൻറ്റൻസ് ആക്കും. അത് ഒരുപാട് പടങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ. കാരണം നമ്മൾ കൂടുതലും സിനിമയിൽ, ഞാൻ പറയാം, സീരിയലിലാണ് നായകന്മാർക്ക്, നേരെ മറിച്ച് സിനിമയിലെല്ലാം വില്ലന്മാർക്കാണ് വിളിക്കുന്നത്. സിനിമയിൽ നായകന്മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതലും ഭൂരിപക്ഷവും വില്ലന്മാർക്കാണ് വിളിക്കുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ആദ്യത്തെ സിനിമ അറിയണ്ടേ, പ്രേക്ഷകർക്ക് അറിയണമല്ലോ. അപ്പോൾ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് വിജി തമ്പി എന്ന മലയാളത്തിലെ ഡയറക്ടർ ചെയ്ത നാറാണത്ത് തമ്പുരാൻ എന്ന് പറയുന്ന ജയറാമിൻ്റെ ചിത്രം. അതിൽ നമ്മുടെ ബാബുരാജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ ഡബ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആദ്യമായി മലയാള സിനിമയിലേക്ക് വരുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ അനുഭവങ്ങൾ? അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, ഞാൻ ഈ സീരിയൽ മാത്രം ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നൊരു സമയത്ത് ഒരു ദിവസം രാത്രി ഞാനൊന്ന് വീട്രാക്ക് സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി ഒരു 7 മണിയൊക്കെ ആയി കാണും. അരോമ മോഹൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിക്കുന്നു. എടാ നീ എവിടെ വയ്ക്കുന്നു? ഞാൻ പറയട്ടെ, ഞാൻ തൈക്കാട് വെക്കുന്നു. അപ്പോൾ നീ ഒന്ന് പെട്ടെന്ന് നവോദയ സ്റ്റുഡിയോയിലേക്ക് വരുമോ? ഞാൻ ചിന്തയിടാ, അതേ നമ്മുടെ പടത്തിലൊരു ബാബുരാജനൊന്ന് ഡബ് ചെയ്യണം, അപ്പോൾ നിന്നെ കൊണ്ട് ചെയ്യിക്കണമെന്ന് വിചാരിക്കുന്നു, നീ പെട്ടെന്ന്. അപ്പോൾ ഞാൻ അന്നേരം പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ അത് എനിക്ക് ഇപ്പോൾ ഇന്ന് നമുക്ക് നാളെ രാവിലെ ചെയ്താൽ പോരെ? അല്ലല്ല, നാളെ ഇത് എല്ലാം കൂടെ മദ്രാസിൽ കൊണ്ടുപോകണ്ട, നീ പെട്ടെന്ന് വന്ന് 2-3 സീനേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ സാഹചര്യം ഞാനത് പറയുന്നില്ല, ആ സാഹചര്യം ഞാൻ ഓക്കെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള ലെവലിൽ ഞാൻ നേരെ സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. ഒരു 2-3 മണിക്കൂർ കൊണ്ട് പടം ഡബ് ചെയ്ത് കൊടുത്തു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ, അതെ, ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നിട്ട് പോലും നമ്മൾ ചെയ്തു. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സംഭവമാണ്. മനസ്സ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ചെയ്യും. അതിന് ഏത് പ്രതികൂല സാഹചര്യമായാലും നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനെ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് പ്രഗത്ഭരായ ഒരുപാട് നടന്മാർ, ഇപ്പോൾ ഈവൻ IM വിജയൻ വരെ. IM വിജയന് ആകാശത്തിലെ പറവുകൾ എന്ന് പറയുന്ന സിനിമയാണ് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ കലാഭവൻ IM വിജയനുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ, ഒരു സാധനം. ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ, മറുഭാഷാ ചിത്രങ്ങളിൽ ചെയ്തിട്ടുണ്ടോ? മറുഭാഷാ ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തെലുങ്കിലും തമിഴിലുമുള്ള സിനിമകൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്ന പടങ്ങളിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അതിലാണ് ഏറ്റവും കൂടുതൽ മിച്ചം കിടക്കുന്നത്. അതെ, ഞാനവിടെ ചെന്ന് ശരി ഇങ്ങനെ കുറേ സാധനങ്ങൾ കിടക്കുമല്ലോ, ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? അല്ല, അത് ഞാൻ പറയാം, അതിനകത്ത് എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. കാരണം ഈ മദ്രാസിലുള്ള ആൾക്കാർ ചെയ്തു വരുന്ന സിനിമകൾ, ഡബ് ചെയ്തു വരുന്ന സിനിമകൾ, അവരെന്ന് വെച്ചാൽ തമിഴിനെ അതുപോലെ തന്നെ മലയാളീകരിച്ചിട്ട് അങ്ങ് ഡബ് ചെയ്യുക. അപ്പോഴാണ് ഈ ബാലൻസ് വരുന്നത്. നമ്മൾ ഈ അങ്ങനെ മലയാളീകരിക്കാതെ മലയാളം ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ വരുന്ന രീതിയിൽ നമ്മൾ സാധാരണ മലയാളം വേർഡുകൾ പറഞ്ഞാൽ മാക്സിമം ലിപ്പ് സിങ്കാക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസുകൾ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ വേർഡുകൾ ഉപയോഗിച്ചാൽ
നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ബാലൻസ് കിടക്കാതെ ലിപ്പ് ബാലൻസ് കിടക്കാതെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് ചില നമ്മൾ സാധാരണ സിനിമയിൽ കാണാത്ത രീതിയിലുള്ള ചില എന്താ പറയുക വാക്കുകൾ ചിലപ്പോൾ നമുക്ക് തിരികെ കയറ്റേണ്ടി വരും. അങ്ങനെ തിരികെ കയറ്റി ലിപ്പ് മാക്സിമം കുഴപ്പമില്ലാത്ത രീതിയിലാണ് കൊണ്ടുപോകുന്നത്. ഒരു നടനായി ജീവിക്കുമ്പോൾ ആ നടനായിട്ട് നമുക്ക് തോന്നുക, നമ്മൾ ശബ്ദത്തിൻ്റെ സ്വാധീനത നമുക്ക് എത്രമാത്രം ആ നടനിൽ ചെലുത്താം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഏറെ സംസാരിച്ചു. ആ നടൻ തന്നെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ആ നടൻ്റെ കഥാപാത്രം ശബ്ദത്തിലൂടെ ജീവിക്കുന്നു. പരകായ പ്രവേശം എന്ന് പറയാം അല്ലേ? അതെ, ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് അങ്ങനെ പറയാം. സ്വന്തം അഭിനയത്തിനും ഇതേ ശബ്ദം തന്നെ കൊടുക്കുന്നു. സ്വന്തം അഭിനയത്തിനും ഇതേ ശബ്ദം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ചില സന്ദർഭങ്ങളിൽ കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതെങ്ങനെ? അത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ഒരു എന്താ പറയുക, അതിന് അത് അവരുടെ ഒരു എന്താ പറയുക, നമ്മൾ നിയോഗം എന്നല്ല പറയേണ്ടത്, അവരുടെ ഒരു വിധിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ സീരിയലുകളിൽ നായകന്മാർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. ഒരുപാട് സീരിയലിൽ ഞാൻ നായകന്മാർക്ക് ഡബ് ചെയ്യുന്നുണ്ട്. ആ സീരിയലിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ അഭിനയിച്ചിട്ടുള്ള സീരിയലിൽ ഈ നായകനുമായിട്ട് കോമ്പിനേഷൻ സീൻസ് വരും. അങ്ങനെ വരുമ്പോൾ എനിക്ക് എൻ്റെ ശബ്ദം കൊടുക്കാൻ പറ്റില്ല. ഞാൻ നായകനെ ഡബ് ചെയ്യും, എനിക്ക് വേറെ ആൾ ഡബ് ചെയ്യും. അങ്ങനെ ഒരുപാട് സീരിയലിൽ വന്നിട്ടുണ്ട്. അതാണ് പല സന്ദർഭങ്ങളിലും എനിക്ക് ശബ്ദം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് വിധിയുമല്ല നിയോഗവുമല്ല, അതൊരു ഭാഗ്യമാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. ഒരു ക്യാരക്ടറായിട്ട് നിന്നുകൊണ്ട് അഭിനയിക്കുകയും എന്നാൽ മറ്റേ ക്യാരക്ടറിന് ശബ്ദം കൊടുക്കുകയും ഈ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് അഭിനയിക്കുകയും ഭാവം കൊടുക്കുകയും ഇതിന് ശബ്ദം കൊടുക്കുകയും ഇതിന് ഭാവം കൊടുക്കുകയും ഇതിന് രൂപം കൊടുക്കുകയും അങ്ങനെ ചെയ്യുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് വലിയ മറ്റുള്ള ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യമാണ്. പക്ഷേ അതിനകത്ത് എനിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. അതെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ സ്വപ്നം എന്ന് പറയുന്ന സീരിയലിൽ ഈ സുരേഷ് കൃഷ്ണയുടെ കൂടെ അവസാനത്തെ 10 എപ്പിസോഡിൽ ഞാൻ ഒരു പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ കഥയുടെ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഈ കഥയുടെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നത് എൻ്റെ പോലീസ് ക്യാരക്ടറാണ്. ഇദ്ദേഹം ഒരു കൊലപാതകം ചെയ്തിട്ട് ആ കൊലപാതകം കണ്ടുപിടിക്കുന്നത് അതിനുള്ള തെളിവ് സംഘടിപ്പിക്കുന്നത് ഞാനാണ്. അപ്പോൾ ഏകദേശം 10 എപ്പിസോഡോളം ത്രൂ ഔട്ട് ഞാൻ ഈ പറയുന്ന സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടറിൻ്റെ കൂടെയാണ് എല്ലാ സീനിലും. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് ഡബ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് പകരം വേറൊരാളെ ഡബ് ചെയ്ത് ഞാൻ അയാളെ കുറച്ച് കാണിക്കില്ല. പക്ഷേ ഞാൻ അതിനകത്ത് അഭിനയിച്ച ആ ഒരു സ്റ്റൈല്, അല്ലെങ്കിൽ ഞാനത് വലിയ ഉദാത്തമായ സംഭവമൊന്നുമല്ല എങ്കിൽ പോലും എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് ഞാൻ ചെയ്ത പല സാധനങ്ങളും ഡബ്ബിങ്ങിൽ വന്നില്ല. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിഷമിച്ചു പോയി. കാരണം ഞാൻ എൻ്റെ ഒരു ശബ്ദം കൊണ്ട് വേറൊരാൾക്ക് കൊടുത്തിട്ട് എനിക്ക് എൻ്റെ ബോഡിക്ക് ഒരിക്കലും മാച്ച് ആവാത്തൊരു ശബ്ദം കിട്ടിയല്ലോ, കടം വാങ്ങിക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിട്ടുണ്ട്.